യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ഹല്ലേലൂയ 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 ഉദ്ധിതനായ യേശുവിൻ്റെ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്കും സൗഖ്യപ്രാർത്ഥനയിലേക്കും എല്ലാവരെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം യേശു പുനരുദ്ധാനം ചെയ്ത് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. യേശുവിനോടൊത്ത് നിത്യതയിൽ നമുക്കൊരു ജീവിതമുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. 1 കൊരിന്തോസ് 15-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധ ലിഖിതങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരത്തിൻ്റെ ബലിയായിട്ട് തീർന്നു. മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവൻ സഹിച്ചു, പീഡകൾ അനുഭവിച്ചു. മരിച്ച് അടക്കപ്പെട്ട യേശു 3-ാം നാൾ പുനരുദ്ധാനം ചെയ്തു. വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ സംഭവിച്ചു. യേശുവിൻ്റെ പുനരുദ്ധാനം എന്ന് പറയുന്നത് മാനവരാശിയുടെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ വാർത്തയാണ്. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ആരും തന്നെ പുനരുദ്ധാനം ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഏതെങ്കിലും മതങ്ങളിലെ മതസ്ഥാപകർ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് വന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ്
വിശുദ്ധ ലിഖിതങ്ങളിലൂടെ വെളിപ്പെടുത്തിയതുപോലെ തന്നെ സംഭവിച്ചു. യേശു മരണത്തെ തോൽപ്പിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശു ഇന്നും ജീവിക്കുന്നു, മാറ്റമില്ലാത്തവനായി ഇന്നും ജീവിക്കുന്നു നമ്മുടെ കൂടെ. ഇത് ഒരു സത്യമാണ്. ആർക്കും നിഷേധിക്കാനാവാത്ത വലിയൊരു സത്യമാണ്. യേശു ഇന്നും ജീവിക്കുന്നു. യോഹന്നാൻ ശിശുവായിരുന്ന യേശുവിനെ കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കുമെന്ന്. അത് സത്യമല്ലേ? പുനരുദ്ധാനം ചെയ്തവൻ ഇന്നും ലോകത്തിൽ അനേകരുടെ ഇടയിൽ വിവാദ വിഷയമായ ഒരു അടയാളമാണ്. പലരുടെയും വീഴ്ചയ്ക്കും പലരുടെയും എഴുന്നേൽപ്പിനും പലരുടെയും അനുഗ്രഹത്തിനും അവൻ ഇന്നും കാരണമാവുകയാണ്. ആർക്കും യേശുവിൻ്റെ പുനരുദ്ധാനത്തെ നിഷേധിക്കുവാൻ സാധ്യമല്ല. കാരണം മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും അപ്പുറമായ പ്രവൃത്തികൾ പുനരുദ്ധാനം ചെയ്ത യേശു ഇന്നും നമ്മുടെ മധ്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 23-24 വചനങ്ങൾ. അവൻ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവജ്ഞാനവുമനുസരിച്ചും നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു. ഇത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ഇത് സംഭവിച്ചത്. പിതാവിൻ്റെ തിരുഹിതമായിരുന്നു ഇത് സംഭവിക്കണമെന്നുള്ളത്, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി. എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിൻ്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു. പിതാവായ ദൈവം തൻ്റെ പുത്രനെ കുരിശുമരണത്തിൽ നിന്ന് മരിച്ച് അടക്കപ്പെട്ട യേശുവിനെ ഉയർപ്പിച്ചു. യേശുവിൻ്റെ പുനരുത്ഥാനമാണ് എൻ്റെയും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശക്തി. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗവും അതുതന്നെയാ. എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ലോകം മുഴുവൻ ഉയർത്തെഴുന്നേറ്റ യേശു പ്രഘോഷിക്കപ്പെടുകയാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ലോകം മുഴുവൻ അറിയണം. ലോക ജനത ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കണം, യേശുവിൻ്റെ ശക്തി അനുഭവിക്കണം, യേശുവിൻ്റെ സ്പർശനം അനുഭവിക്കണം. ഈ യേശുവിനെ കുറിച്ച് കരുണയുള്ളവനായ പിതാവ് നമുക്ക് വേണ്ടി നൽകിയ യേശുവിനെ കുറിച്ച് ലോകം മുഴുവൻ പറയുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കുക. ലൂക്കാ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അവർ അകത്തു കടന്ന് നോക്കിയപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. യേശുവിൻ്റെ കല്ലറയെങ്കിൽ അവരെത്തി. കല്ലറയ്ക്കുള്ളിൽ നോക്കുമ്പോൾ യേശുവിൻ്റെ ശരീരം അവർ കല്ലറയിൽ കണ്ടില്ല എന്ന് വചനം പറയുന്നു. ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ 2 പേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു. ദൈവത്തിൻ്റെ ദൂതന്മാർ അവർക്ക് പ്രത്യക്ഷപ്പെടുകയാ. 2 ദൈവദൂതന്മാരുടെ മഹത്വമേറിയ ഒരു ദർശനം കല്ലറയെങ്കിൽ നിന്ന് എല്ലാവർക്കും ഉണ്ടാവുകയാണ്. എന്നിട്ട് അവർ ഇപ്രകാരം പറയുകയാണ്, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ
മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെയില്ല, അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഇന്നും ജീവിക്കുന്ന യേശുവിനെ എന്തിനാണ് മരിച്ചവരുടെ ഇടയിൽ കല്ലറയിൽ നിങ്ങൾ തേടുന്നത്? അവൻ ഈ കല്ലറയ്ക്കുള്ളിലില്ല, അവൻ ഉയർപ്പിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അവർക്ക് ഈ ശക്തമായ സന്ദേശം നൽകുന്നത് സ്വർഗത്തിൽ നിന്ന് വന്ന 2 മാലാഖമാരാണ്. ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ അനുഭവം ആദ്യം മഗ്ദലന മറിയം അനുഭവിക്കുന്നത്. മഗ്ദലന മറിയത്തെ പ്രേക്ഷിതരുടെ പ്രേക്ഷിത എന്നാണ് ഇപ്പോൾ സഭ വിളിക്കുന്നത്. യേശുവുമായിട്ട്, പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവുമായിട്ട് ഒരു കണ്ടുമുട്ടൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാകാതെ അടിയുറച്ച ഒരു വിശ്വാസത്തിൽ മുൻപോട്ട് പോകുക അസാധ്യമാണ്. പുനരുത്ഥാനം ചെയ്ത യേശുവുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിൽ നമുക്ക് കടന്നു വരണം. അത് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ വരണം. ദൈവത്തിൻ്റെ ആത്മാവാണ് പുനരുത്ഥാനം ചെയ്ത യേശുവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പും ശക്തിയും ബലവും എല്ലാം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ്. ഉയർത്തെഴുന്നേറ്റ യേശു നമ്മളോടൊപ്പം ഇന്ന് ജീവിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം, ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ഉയർത്തെഴുന്നേറ്റ യേശു നമ്മുടെ കൂടെയാണ് വസിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റവൻ ആത്മാവിലായി, ആത്മാവായ ദൈവം നമ്മുടെ ഉള്ളിൽ നമ്മുടെ കൂടെ വസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പുനരുത്ഥാനം ചെയ്ത യേശുവിനെയാണ് നമ്മൾ ഇന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും 2 കരങ്ങളും ദൈവസന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് പുനരുത്ഥാനം ചെയ്ത യേശുവിനെ നമുക്ക് സ്തുതിക്കാം. യേശു നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മധ്യത്തിലുണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട്. ശക്തമായ ഒരു സ്തുതി പേരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന പുനരുത്ഥാനം ചെയ്ത യേശുവേ അങ്ങേക്ക് ആരാധന. ഞങ്ങളോട് ഒത്തു വസിക്കുന്ന യേശുവേ അങ്ങേക്ക് ആരാധന. മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവനെ അങ്ങേക്ക് ആരാധന. സാത്താൻ്റെ ശക്തിയെ തകർത്തവനെ അങ്ങേക്ക് ആരാധന. മരണത്തിൻ്റെ മേൽ ആധിപത്യം ഏറ്റെടുത്ത യേശുവേ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമേ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-26 തിരുവചനങ്ങൾ. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഉയർത്തെഴുന്നേറ്റ യേശു നിന്റെ കണ്ണുനീർ തുടയ്ക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഉയർത്തെഴുന്നേറ്റ യേശു നിനക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുവോ? ഇവിടെ ചോദിക്കുകയാണ്, നീ വിശ്വസിക്കുന്നുവോ? നമുക്ക് ജീവൻ നൽകുവാൻ, നിത്യജീവൻ നൽകുവാൻ വേണ്ടി സാത്താന്റെ പിടിയിൽ നിന്ന്, മരണത്തിൻ്റെ പിടിയിൽ നിന്ന്, നരകത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് യേശു
എന്നെയും നിങ്ങളെയും മോചിപ്പിക്കുകയായിരുന്നു. ക്രിസ്തു ഏറ്റുവാങ്ങിയ സഹനങ്ങളും നൊമ്പരങ്ങളും രക്തം ഒഴുക്കിയതുമെല്ലാം എനിക്കും നിങ്ങൾക്കും വേണ്ടിയായിരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമുക്ക് വാനോളം പുകഴ്ത്താം. ഉയർത്തെഴുന്നേറ്റവൻ നിന്റെ കൂടെയുണ്ട്. ഉൽപ്പത്തി 28:15 പറയുന്നു, നീ പോകുന്നിടത്തെല്ലാം ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇന്ന് ഉയർത്തെഴുന്നേറ്റ യേശു പറയുന്നു, ഞാൻ നിന്റെ കൂടെ നിന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ഞാൻ നിന്നെ നയിക്കും. നിന്റെ ജീവിതത്തിൻ്റെ വഴികളിലെ പ്രതിബന്ധങ്ങളെ ഞാൻ തകർക്കും. നിന്റെ മുൻപിൽ ആരൊക്കെ തടസ്സങ്ങൾ വെച്ചാലും ആ തടസ്സങ്ങളെ തകർക്കാൻ നിനക്ക് മുൻപേ പോകുന്ന ഒരു ദൈവമുണ്ട്, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു. നിരാശപ്പെടരുത്. ദുഃഖങ്ങളിലും വേദനകളിലും തകർച്ചകളിലും നമുക്ക് യേശുവിനെ, പുനരുത്ഥാനം ചെയ്തവനെ മഹത്വപ്പെടുത്താം. നമുക്ക് 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാം. പുനരുത്ഥാനം ചെയ്ത യേശുവിനെ നമുക്ക് സ്തുതിച്ചൊന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ നന്ദി, പിതാവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങ് ഉയർത്തെഴുന്നേറ്റ ദൈവമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ കർത്താവേ, അങ്ങയുടെ ശക്തി അയക്കണമേ. തളർവാതിലൂടെ സൗഖ്യമാവട്ടെ, ക്യാൻസറുകൂടി സൗഖ്യമാവട്ടെ, മാനസികരോട് സൗഖ്യമാവട്ടെ, എപ്പിലെപ്സിയോട് സൗഖ്യമാവട്ടെ, തകർന്ന കുടുംബങ്ങൾക്ക് വിടുതൽ ലഭിക്കട്ടെ, മദ്യപാനികൾ മോചനം പ്രാപിക്കട്ടെ, പാപത്തിൻ്റെ ആസക്തിയിൽ വിട്ടുമാറട്ടെ. ഉയർത്തെഴുന്നേറ്റ യേശുവിൽ നിന്ന് അത്ഭുത ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ മഹത്വം. ആമേൻ. ഞാനിവിടെ ആദ്യമായി സഹോദരന്റെ ധ്യാനം കൂടാ. 2010 നമ്മുടെ ധ്യാനം കൂടുക. എന്തായിരുന്നു അസുഖം? ഞാൻ പലവിധ രോഗങ്ങളാൽ അടിമപ്പെട്ടവനായിരുന്നു. ഇതെന്താ മെഡിക്കൽ റിപ്പോർട്ടുകൾ? എൻ്റെ ഹാർട്ടിനൊരു ഹോൾ ഉണ്ടായിരുന്നു. ഈ സഹോദരൻ്റെ ഹാർട്ടിന് ഹോൾ ഉണ്ടായിരുന്നു. 1.2 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഹോളായിരുന്നു. ആദ്യമായിട്ട് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ അസുഖവും ആമാശയത്തിന് അണുബാധയും ഇല്ല രോഗങ്ങളാൽ. അതായത് ഈ സഹോദരന് ഹാർട്ടിന് 1.5 സെന്റിമീറ്ററുള്ള 1.2 സെന്റിമീറ്റർ വലിപ്പമുള്ളൊരു ദ്വാരമുണ്ടായിരുന്നു ഹാർട്ടിന്. പിന്നെ വേറെ എന്തായിരുന്നു അസുഖം? കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. ആമാശയത്തിലെ അണുബാധ. അപ്പം പലവിധമായ ഉദര രോഗങ്ങളാൽ ഈ ചേട്ടൻ കഷ്ടപ്പെടുകയായിരുന്നു. ഞാൻ സാബു ബ്രദറിൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് ചങ്കത്ത് കൈവെക്കുവാനായിട്ട് ബ്രദർ പറഞ്ഞു. ഞാനിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാബു ബ്രദർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഊതി ഉയർക്കുന്ന പോലെ എന്തൊരു അനുഭവം എനിക്ക്. അതായത് ഈ മകൻ പറയുന്നത് ഇവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഹാർട്ടിൻ്റെ ഭാഗമാണോ എന്തോ ഊതി വീർക്കുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാൻ അപ്പോഴേ ഞാൻ വിശ്വസിച്ചു, എന്നെ കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തിയെന്ന് പൂർണ്ണമായും വിശ്വസിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് ഇതിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ശ്രീചിത്രായിൽ ഹാർട്ടിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയായിരുന്നല്ലേ. 4 മാസം കഴിഞ്ഞ് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞതെന്നാണ്. ഇന്നേ വരെയും ഈ സമയം വരെയും എന്നെ വിളിച്ചിട്ടില്ല. ഹാർട്ടിൻ്റെ യാതൊരു കുഴപ്പവും, ഒരു കംപ്ലൈൻറ്റും ഇല്ല ഹാർട്ടിന്. രണ്ടാമത് പിന്നെയും ഞാൻ ഇതിൻ്റെ ചെക്കപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ ഇത് അവിടെ ഒരു പാട് പോലും ഇല്ലാതെ മാറിയിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് ഇതിൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് ഈ ചേട്ടൻ ധ്യാനിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ? വന്നിട്ടുണ്ടോ? ധ്യാനിക്കുന്നുണ്ടോ? ഒന്ന് വരാമോ ഡോക്ടർ? എന്നെ 2 ഡോക്ടർമാർ കൂടി രണ്ടാമത് പരിശോധിച്ചപ്പോൾ എന്നെ ഒത്തിരി കളിയാക്കി. എങ്ങനെയാണ് ഈ ഇങ്ങനെ സൗഖ്യപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ, അതായത് ഡോക്ടർമാർ ഈ ചേട്ടനെ കളിയാക്കി. ഡോക്ടർമാരെ എന്തിനാണ് എങ്ങനെയാണ് ഇങ്ങനെ സൗഖ്യം കിട്ടിയത്? ഞാൻ പറഞ്ഞു സാബു ബ്രദറിൻ്റെ അടുത്ത് പോയി ഒരു ധ്യാനം ധ്യാനം കഴിഞ്ഞപ്പോൾ എന്നെ സാറ് തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ പലരും ഇങ്ങനെ ധ്യാനം കൂടിയിട്ടുണ്ട്. അവസാന നിമിഷം ഓടി വന്ന് ഡോക്ടറുടെ അടുത്തേക്ക് പിന്നെയും വരികയുള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കി. ലാസ്റ്റ് ഇവർ 2 പേര് കൂടി പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, യാതൊരു കുഴപ്പവുമില്ല, ഇനിയും നല്ലൊരു ആശുപത്രി പോയി പരിശോധിക്കണം. അപ്പോഴേ എനിക്ക് നല്ല ബോധ്യമായി എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് പൂർണ്ണമായി വിശ്വാസം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവർ ലാസ്റ്റ് ക്ഷമ പറഞ്ഞതിനോട് ഡോക്ടർമാർ
വെറുതെ പറഞ്ഞത് കേട്ടോ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് ക്ഷമ പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ മകൻ പറയുന്നു, ഡോക്ടർമാർ പറയുന്നു ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഹാർട്ടിന് അങ്ങനെ ദ്വാരമില്ല, ഓപ്പറേഷൻ വേണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഡോക്ടറെ അതിനകത്ത് പറഞ്ഞത് ശരിയാണോ? സത്യമാണല്ലേ? ഒന്ന് പറയാം. എന്താ ഡോക്ടറിൻ്റെ പേരെന്താ? എൻ്റെ പേര് വിശാഖ് എന്നാണ്. എവിടുന്ന് വരുന്നു? മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജാണ് പഠിച്ചത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ പി ജിക്ക് പഠിക്കാൻ വേണ്ടി. പി ജിക്ക് പഠിക്കുകയാണ്. ആദ്യത്തെ സ്കാനിൽ എഴുതിയേക്കുന്നത് ASD എന്ന് പറയും. അതായത് ഒരു മേജർ ഹോൾ തന്നെയാണ്. 1.2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഹോൾ തന്നെയാണ്. അതിൽ സ്കാനിൽ തന്നെ എഴുതിയേക്കുന്നത്, ഇംപ്രഷനായിട്ട് തന്നെ എഴുതിയേക്കുന്നത് അത്യാവശ്യം പ്രശ്നമുണ്ട്. പിന്നെ PAH എന്ന് പറയും. അതായത് ഈ ഹോളിൽ പ്രശ്നമായി അത് കൂടി അത് ഹാർട്ടിൻ്റെ ഫങ്ഷനെ പ്രശ്നം ബാധിച്ച് തുടങ്ങി എന്നാണ് എഴുതിയേക്കുന്നത് ഇംപ്രഷനിൽ. ലാസ്റ്റ് സ്കാനായപ്പോൾ എഴുതിയേക്കുന്നത് ഓൾഡ് ASD എന്ന് വെച്ചാൽ ഇപ്പം സംഭവം ഇല്ല. പണ്ടുണ്ടായിരുന്ന ഒരു തുള പോലെ സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഗുഡ് LV ആൻഡ് RV ഫംഗ്ഷൻ പറഞ്ഞാൽ ഹാർട്ടിൻ്റെ 2 സൈഡും നല്ല ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നോർമൽ വാല്യൂ എന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. കരമുയർത്തി അടിച്ചൊന്ന് നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് കരമൊന്ന് പിടിക്കാം. ഈ മാത്യുവിന് നൽകിയ അത്ഭുത സൗഖ്യം, ഹാർട്ടിൻ്റെ ദ്വാരമടഞ്ഞു, അത്ഭുതമായ സൗഖ്യമാണ് യേശു നൽകിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ഹാർട്ട് രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഇത് കരമെത്തി പിടിച്ച് കർത്താവായ യേശുവേ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളെ അങ്ങ് സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാർട്ട് രോഗികളെ സൗഖ്യമാവട്ടെ, ഹാർട്ട് അറ്റാക്ക് വിട്ടുമാറട്ടെ. യേശുവിൻ്റെ അധികാരനാമത്തിൽ കൽപ്പിക്കുന്നു, ഹാർട്ടിൻ്റെ ദ്വാരമടയട്ടെ, ഹാർട്ടിൻ്റെ ബ്ലോക്ക് വിട്ടുമാറട്ടെ. അത്ഭുത രോഗശാന്തികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ കടന്നു പോവട്ടെ. In the name of Jesus, ഹാർട്ട് രോഗികളെ സൗഖ്യമാവട്ടെ, ഹാർട്ടിൻ്റെ ദ്വാരമടയട്ടെ, ഹാർട്ടിൻ്റെ വാൽവുകളെ സൗഖ്യമാവട്ടെ, ഹാർട്ടിൻ്റെ അറകൾ തുറക്കപ്പെടട്ടെ. ഹാർട്ട് രോഗിയുടെ മേൽ അത്ഭുത ദൈവശക്തി കടന്നു പോവട്ടെ. ദ്വാരമുള്ള വാൽവുകൾ യേശുവിൻ്റെ നാമത്തിൽ അടയട്ടെ. ദ്വാരമുള്ള ഹാർട്ടിൻ്റെ ഭിത്തികൾ യേശുവിൻ്റെ നാമത്തിൽ അടയട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. എല്ലാ ഹാർട്ട് രോഗിയുടെ മേലും ദൈവശക്തി കടന്നു പോവട്ടെ. ആമേൻ. കരമടിച്ചൊന്ന് നന്ദി പറയട്ടെ. ഇപ്പോൾ ഈ സമയം ഉറപ്പാണ്, അനേകം ഹാർട്ട് രോഗിയുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഇറങ്ങിയിട്ടുണ്ട്. കരമുയർത്തി അടിച്ചു നന്ദി പറയാം. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു, യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ, സ്നേഹഗായകൻ, കരുണാമയൻ, സ്നേഹഗായകൻ. യേശു, യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്, അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്, ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും, ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു, യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു, യേശു